ഹലോ, അങ്ങനെ ഇന്ന് നമുക്ക് പോകാനുള്ളത് കോറൽ ഐലൻഡിലേക്കാണ്. നമ്മൾ റെഡി ആയതിനു ശേഷം വൈഷ്ണേഷിൻ്റെ റൂമിലേക്ക് പോയതായിരുന്നു. അദ്രി എണീറ്റിട്ടുണ്ടായില്ല. അദ്രി ഉറക്കം ഉണങ്ങിട്ടില്ല. കണ്ണേട്ടൻ അദ്രീനെ വെച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 5 ദിവസം സത്യം പറഞ്ഞാൽ കിച്ചണായിട്ടൊരു ബന്ധമില്ലായിരുന്നല്ലോ. നമ്മുടെ ടൈം ആകുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടുന്നത് അത് സത്യം പറഞ്ഞാൽ നല്ലൊരു സുഖമുള്ള പരിപാടിയായിരുന്നു. അടുക്കളയിലുള്ള ബഹളങ്ങളൊന്നും ഇല്ലാത്ത 4-5 ദിവസമായിരുന്നു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് നല്ല 1.5 വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാപ്പ് ഞാൻ എന്തായാലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കാര്യമായിട്ട് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരാസെയിലിംഗ്, അണ്ടർ സീ വാക്കിംഗ്, പിന്നെ ബനാന ബോട്ട് റൈഡ്, പിന്നെ ജെറ്റ് സ്കൈയും ആയിരുന്നു. ഈ ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യണം. ഏട്ടൻ എന്തായാലും എന്നെ കൊണ്ട് എല്ലാം കൂടെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. പാരാസെയിലിംഗ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ധൈര്യം ഇല്ലായിരുന്നു കേട്ടോ. പോകുമ്പോഴേ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് നീ എന്തായാലും എല്ലാം ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ്. അതെല്ലാ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എന്നെ ഉന്തി തള്ളി വിട്ടു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മൾ അണ്ടർ സീ വാക്കിംഗ് ആയിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പാരാസെയിലിങ്ങിൻ്റെ ഏട്ടൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലൈഫിലൊന്നും സത്യം പറഞ്ഞതൊന്നും ചെയ്യുന്ന വിചാരിച്ചതേ അല്ല. ഈ പാരാസെയിലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അണ്ടർ സീ വാക്കിങ്ങിനും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിന് വരാത്തൊരു നേരെ തന്നെ നമ്മൾ ഐലൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ വേറെ ബോട്ടിൽ പോയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ ഫോണും കാര്യമൊക്കെ അവരുടെ അടുത്ത് കൊടുത്തതുകൊണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളും അവിടെ ബീച്ച് സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇനി അങ്ങനെ അവിടെ ഇതുപോലെ 2 മണിക്കൂറട്ടം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി കളിച്ചതിന് ശേഷമാണ് തിരികെ പോന്നിട്ടുണ്ടായിരുന്നത്. നല്ല വെയിലിരുന്ന് ഉച്ച 1 മണി ആ ടൈം ഇട്ടായിരുന്നു തോന്നുന്നു. ഇന്ന് നമുക്ക് അതുപോലെ അൽക്കസാർ ഷോയും കൂടെ കവർ ചെയ്യാനുണ്ട്. അപ്പം ഒരു ഉച്ച ടൈമിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇന്ന് ലഞ്ച് തായ് ലഞ്ചാണ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. തായ് ലഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പം ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ്. ലഞ്ച് കഴിച്ചിട്ട് അൽക്കസാർ ഷോയ്ക്ക് പോകാനുള്ള ടൈമും എപ്പോൾ എത്തണം. പിന്നെ അത് മാത്രമല്ല നമ്മൾ അന്നേ ദിവസം രാത്രി തന്നെ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. തായ് ലഞ്ച് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവുക കേട്ടോ. രസമായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കാനായിട്ട് നല്ല വിശപ്പായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഇഷ്ടമായില്ല. പിന്നെ ഞാൻ കരയുടെ സ്ക്യൂട്ടിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അൽക്കസാർ ഷോ 6 മണിക്ക് മറ്റായിരുന്നു കേട്ടോ ഷോ ഉണ്ടായിരുന്നത്. അതും തന്നെ വീഡിയോയും കാര്യമൊന്നും എടുക്കാൻ പറ്റില്ല. മുന്നേ തന്നെ നമ്മുടെ വിക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൂർ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഈ ഷോ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ലേ. കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പെണ്ണാണെന്ന് തന്നെ തോന്നുള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കാരണം നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ ടിക്കറ്റ് എടുത്തു, വെയിറ്റ് ചെയ്യാണ് ഷോയ്ക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ഇങ്ങനെ പുറത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുന്നതിന് ബാത്ത് കൊടുക്കണം. 100 ബാത്തോ മറ്റോ ആട്ടോ. നാട്ടിലത്തെ 300 രൂപ ആ ഒരു റേഞ്ചിലാണ് കൊടുക്കേണ്ടിയിരുന്നത്. നമ്മൾ ഇങ്ങനെ വിളിക്കും കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്യൂട്ടായി കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതുപോലെ പെണ്ണുങ്ങളല്ല എന്നുള്ള കാര്യം.